ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ആയിരക്കണക്കിന് നേഴ്സസാണ് യു കെയിലെ വിവിധ NHS ഹോസ്പിറ്റലുകളിലും നേഴ്സിംഗ് ഹോമുകളിലുമായിട്ട് ഇവിടെ ജോലി ചെയ്തു വരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ധാരാളം നേഴ്സസ് ന്യൂലി ക്വാളിഫൈഡ് ഉൾപ്പെടെയുള്ള ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ, അതായത് ജസ്റ്റ് പാസ് ഔട്ടായി IELTS OET ഏതെങ്കിലും ഒന്ന് പാസ്സായി CBT പാസ്സായി ഇവിടെ ഓസ്കിയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ UK ഗവൺമെൻറ് ജോലി നൽകിയിരുന്നു. അങ്ങനെ നമ്മുടെ ധാരാളം നേഴ്സസാണ് UK കെയിലെത്തി ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകളിലും നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായിട്ട് നമുക്കറിയാം വളരെ വിരളമായിട്ടാണ് നേഴ്സസ് UK കെയിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി വരുന്ന നേഴ്സസിൻ്റെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. അതായത് UK കെയിൽ ഇപ്പോഴേ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ കുറേ നാളുകളായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK കെയ്ക്ക് ആവശ്യത്തിൽ അധികം നേഴ്സസിനെ അവർ ഓൾറെഡി റിക്രൂട്ട് ചെയ്ത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോഴേ ആവശ്യത്തിലധികം നേഴ്സസ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന ഫണ്ട് മുഴുവനും എല്ലാ NHS ഹോസ്പിറ്റലുകളിലെയും ഫണ്ട് തീർന്നു. അവർക്ക് ഫണ്ടിൻ്റെ വലിയ പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെ അവർ ഇൻ്റർനാഷണലി ഇപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 10-20,000 നേഴ്സസ് എങ്കിലും ഒരു കുറഞ്ഞത് ഈ ഒരു IELTS അല്ലെങ്കിൽ OET CBT ഒക്കെ പാസ്സായിട്ട് UK കെയിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം 100 കണക്കിന് നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ് ആണ് UK കെയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേഴ്സിംഗ്. അവർക്ക് പോലും ഇപ്പോഴും UK കെയിൽ ഒരു ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയത്താണ് പുതിയ ചില തരികിട പരിപാടികളുമായിട്ട് പല ആൾക്കാരും ഇപ്പോഴും പൊങ്ങി വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരാളിനോട് നാട്ടിൽ നിന്ന് ചോദിച്ചത്, ചേട്ടാ എന്താണ് ഈ സെൽഫ് സ്പോൺസേഡ് ഓസ്കി, എങ്ങനെയാണ് വിസിറ്റ് വിസയിൽ വന്നുകൊണ്ട് UK കെയിൽ വന്നിട്ട് എനിക്ക് നേഴ്സാകാൻ പറ്റുന്നത്? നമുക്കറിയാം കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് UK കെയിലെ പല ഏജൻസികളും NHS ഹോസ്പിറ്റലൊക്കെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തി നല്ല രീതിയിൽ അവർ ഇൻകം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻകം ഒക്കെ വളരെയധികം കുറവുണ്ട്. കാരണം ഇൻ്റർനാഷണൽ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല, NHSൻ്റെ കയ്യിൽ ഇതിനു വേണ്ടി ഫണ്ടില്ല. അപ്പോൾ ഇവരുടെ വരുമാനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പുതിയ കുറച്ച് നമ്പറുകളുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പേരാണ് സെൽഫ് സ്പോൺസേഡ് ഓസ്കി. അടിപൊളി പേരാണ് ഇട്ടേക്കുന്നത്. കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാട്ടിലിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇത് വലിയൊരു സംഭവമാണ്, ഇങ്ങനെ വന്നിട്ട് ഓസ്കി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം ജോലി കിട്ടും, എനിക്ക് UK കെയിലെ നേഴ്സായിട്ട് ജോലിയിൽ പ്രവേശിക്കാമെന്നുള്ള ഒരു ധാരണയാണ് നാട്ടിലിരിക്കുന്ന ആൾക്കാർക്കുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് എന്താണ് ഈ സെൽഫ് സ്പോൺസേഡ് ഓസ്കി അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ UK കെയിൽ വന്നിട്ട് പിൻ നമ്പർ എടുത്ത് ജോലി ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഇതുപോലുള്ള ഏജൻസികൾ എല്ലാവരും തന്നെ നാട്ടിലിരിക്കുന്ന പാവം പിടിച്ച നേഴ്സസിനോട്, കാരണം അവർ എങ്ങനെയെങ്കിലുമൊക്കെ IELTS OET ഒക്കെ പാസ്സാവുന്നതിന് നല്ല ചിലവാണ്. അതിന് ക്ലാസ്സിന് പോയി അവർ ഈ ഒരു OET ഒക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞ് 2 വർഷമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും രാജ്യത്ത് കയറിപ്പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ UK ആയിരുന്നു എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. UK കെയിലേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർവ്യൂകളൊന്നും നടക്കുന്നില്ല. പിന്നെ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും കാനഡയിലേക്കും പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് UK കെയിൽ ഇങ്ങനെ ഒരു കോറിഡോർ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഓസ്കി പഠിച്ചിട്ട് നിങ്ങൾക്ക് പിൻ നമ്പർ എടുക്കാം. എന്നിട്ട് പണ്ട് ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, വിസിറ്റ് വിസയിൽ പോകും. കാരണം വിസിറ്റ് വിസയിൽ പോവുക, അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കുക, ആ ജോലി കണ്ടുപിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവുക, അവിടെ ചെന്നിട്ട് വിസ അടിച്ചിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തി ധാരാളം ആൾക്കാർ ഗൾഫിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യേ, വിസിറ്റ് വിസ എടുത്തുകൊണ്ട് UK കെയിലേക്ക് വരിക, UK കെയിൽ വന്ന് നിങ്ങൾ ഓസ്കി പാസ്സാകുക, എന്നിട്ട് നാട്ടിൽ പോവുക, നാട്ടിൽ പോയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, ആ വിസ അടിച്ചുകൊണ്ട് നേരെ ഇവിടുത്തെ NHS ഹോസ്പിറ്റലിലേക്ക് ജോലിക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. UK കെയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിസിറ്റ് വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ചിലവ് വരും. കാരണം ഒരു വിസിറ്റ് വിസയ്ക്ക് വേണ്ടി ഒന്നാമത്തെ കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ഫണ്ട് കാണിക്കണം. രണ്ടാമത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾ എത്ര 6 മാസമാണ് നിങ്ങൾക്ക് വിസിറ്റ് വിസ അടിച്ചിരുന്നത്. ഇപ്പോൾ ഈ 6 മാസം കഴിയാനുള്ള
പൈസ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ UK ഇപ്പം നെറ്റ് എമിഗ്രേഷൻ്റെ പ്രശ്നവും ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കടന്നുവരവും കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിസിറ്റ് വിസ അടിച്ച് UK ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് അവരൊന്നും കാണാതെ ഒന്നും നോക്കാതെ അവർ വിസിറ്റ് വിസ അടിച്ചു കൊടുക്കുക. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അവർ 100 പ്രാവശ്യം തിരിച്ചും മറിച്ചും നോക്കിയിട്ട് മാത്രമേ ഈ വരുന്ന ആൾ എന്ത് പർപ്പസിനാണ് വരുന്നത്, അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനും ഭക്ഷണത്തിനുമുള്ള പൈസയുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റായിട്ട് അവർ നോക്കിയെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് വിസ അടിച്ചു തരത്തുള്ളൂ. അഥവാ നിങ്ങൾക്ക് വിസ അടിച്ച് തന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ ഒരു വിസിറ്റ് വിസയിൽ UK വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ ചെയ്ത് തരാൻ കഴിവുള്ള ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി താമസിക്കും? അതൊരു ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ ചിലവാണ്. ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു വീട് എടുത്ത് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം നിങ്ങളൊരു 800-850 പൗണ്ടെങ്കിലും നിങ്ങൾ റെൻറ്റ് മാത്രം നിങ്ങൾ കൊടുക്കണം. പ്ലസ് നിങ്ങൾ അഡീഷണൽ നിങ്ങൾക്കറിയാം കൗൺസിൽ ടാക്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, വാട്ടർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ നിങ്ങൾക്ക് മിനിമം ഇപ്പം നിങ്ങൾ ലണ്ടനിലോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഒന്നും അല്ല താമസിക്കുന്നെങ്കിൽ ഒരു സാധാരണ ഒരു മിനിമം ഒരു ആവറേജ് ചിലവുള്ളിടത്താണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 1000 പൗണ്ട് മിനിമം ചിലവ് വരും. ഈ 1000 പൗണ്ട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ OSCE പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ OSCE പഠിക്കുന്നതിന് നല്ല ചിലവാണ്. കാരണം നിങ്ങൾക്ക് OSCE ട്രെയിനിങ്ങിന് പോകണം, അതിനുശേഷം നിങ്ങൾക്ക് OSCEയുടെ പരീക്ഷ എഴുതണം. OSCEയുടെ ഒരു എക്സാമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 794 പൗണ്ടോളം വരും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ കിട്ടണമെന്നുമില്ല. പിന്നെ ഒന്നുകൂടെ പോയി അത്രയും പൈസ പിന്നെയും പോകും. മാത്രമല്ല നിങ്ങൾ ഇത്രയും പൈസ എന്തായാലും നിങ്ങൾക്കൊരു കുറഞ്ഞത് ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവ് വരും. ഇപ്പോൾ നിങ്ങൾ 6 മാസമൊന്നും നിൽക്കേണ്ട, നിങ്ങൾ 2-3 മാസം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇത്രയും പൈസ കുറഞ്ഞത് നിങ്ങൾക്ക് ചിലവ് വരും. ഇപ്പോൾ OSCE നിങ്ങൾ എന്ന് പാസ്സാവുമ്പോൾ അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾ OSCE പാസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി നേടാനായിട്ട് സാധിക്കത്തില്ല. അതായത് നിങ്ങളൊരു വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ UK സംബന്ധിച്ചോളം ആ വിസിറ്റ് വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോകണം. അപ്പം നിങ്ങൾ ജസ്റ്റ് പാസ്സായിട്ടുള്ള ഒരു നേഴ്സാണ്, ഇപ്പോൾ നാട്ടിൽ നിങ്ങൾ OSCE ഒക്കെ പാസ്സായി, നിങ്ങൾക്ക് NMCയിൽ നിന്ന് പിൻ നമ്പരൊക്കെ കിട്ടി, എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ UK നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളെ വിളിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജോലി ലഭിക്കത്തുള്ളൂ. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ ഇപ്പോൾ ഇവിടെ നേഴ്സാവാനുള്ള കാരണം ഇവിടെ വന്നിട്ടുള്ള സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന നേഴ്സസൊക്കെ ഇപ്പോഴും NHS ഹോസ്പിറ്റലുകളിലും നേഴ്സിംഗ് ഹോമുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർ പിൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഓരോ വർഷവും ഞാൻ ഈ പറഞ്ഞിട്ട് 100 കണക്കിന് നേഴ്സസാണ് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇപ്പോഴേ പാസ് ഔട്ടായിട്ട് വെളിയിൽ വരുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് ബാച്ചൊക്കെ പാസ്സായി കഴിഞ്ഞ പിള്ളേർ ഇപ്പോഴ് ഈ ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് നേഴ്സായിട്ട് ജോലി കിട്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകൊച്ചിനോട് ചോദിച്ചപ്പോൾ അത് ഫൈനൽ ഇയർ ആണ്. അപ്പോൾ അതിനോട് പറഞ്ഞത് അത് വേറെ ഏതോ ഹോസ്പിറ്റലിൽ പോയി അത് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്, ഇവിടെ ഇപ്പോഴും വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ജോലി കിട്ടത്തില്ല. അപ്പോൾ അത് ഇവിടുന്ന് ഒരു 10-40 മൈല് ദൂരെ പോയിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുന്നു, ചേട്ടാ കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെപ്പോലെ ഉള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു വിസിറ്റ് വിസയിൽ വന്ന് OSCE ഇവിടെ വന്ന് ഭാഗ്യത്തിന് പാസ്സായാൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി ലഭിക്കത്തില്ലെന്ന് മാത്രമല്ല നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും വേണം. നിങ്ങൾ ഈ പിൻ നമ്പരും പിടിച്ചുകൊണ്ട് നാട്ടിലിരിക്കുക എന്നല്ലാതെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലോ നേഴ്സിംഗ് ഹോമുകളിലോ നിങ്ങൾക്ക് ജോലി ലഭിക്കത്തില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS.UK എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഒരു വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരു കാരണവശാലും എടുക്കത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഒരു 3 വർഷത്തോളം പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS ഹോസ്പിറ്റലുകളിൽ തന്നെ ജോലി ചെയ്യുന്നു, ആ വാർഡുകളിലൊക്കെ നിൽക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ആ കുട്ടികൾക്കാണ് ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് ഇവിടെ വന്നിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് സെൽഫ് സ്പോൺസേഡ് OSCE പ്രോഗ്രാം പാസ്സായി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല.
പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾക്കൊരു പിൻ നമ്പർ കിട്ടി, ഇനിയിപ്പോൾ ഇവിടെ 6 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു, ധാരാളം വേക്കൻസികളൊക്കെ വരികയാണ്, ഇവിടുത്തെ നേഴ്സിനെ കൊണ്ട് അവർക്ക് മതിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പണ്ടത്തെ എൻ്റെ കൂട്ടി ഇൻ്റർവ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ അവർ സെലക്ട് ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള വേക്കൻസിയിലേക്ക് ഇനിയിപ്പോൾ അടുത്ത കാലത്ത് കാണാൻ UK പോകുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിശ്വാസവുമില്ല. കാരണം അത്രയ്ക്ക് നേഴ്സസ് ഇപ്പോഴും ഓൾറെഡി ഇവിടെ UK ഓരോ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ വിസിറ്റ് വിസയിൽ വന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റത്തില്ലേ, അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് നിന്നാൽ വല്ലതും കുഴപ്പമുണ്ടോ? നിങ്ങളറിയാമല്ലോ, ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മുഴുവനും കയറ്റി വിടുകയാണ്. മാത്രമല്ല UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് വിസയുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. വിസിറ്റ് വിസയിൽ വരുന്ന ഒരാൾക്കും 1 മണിക്കൂർ പോലും ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ എംപ്ലോയർക്ക് 10,000-15,000 പൗണ്ടാണ് പെനാൽറ്റി അടിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം അത് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതുപോലുള്ള ചെക്കിങ്ങുകളും കാര്യങ്ങളും ഇമിഗ്രേഷൻ ട്രേഡുകളും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഒരു എംപ്ലോയറും ഇതുപോലൊക്കെ ഒരാളെ ഇല്ലീഗലായിട്ട് ഇപ്പോഴത്തെ ഒരു സമയത്ത് ആരും തന്നെ വെക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ പോലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്നുള്ള ധാരണയിൽ ആരും തന്നെ വരരുത്. അങ്ങനെയുള്ളൊരു ഹോപ്പ് ഇപ്പോഴും UK-യിലില്ല. പിന്നെ ഒരാൾ ഇതുപോലെ പറഞ്ഞു കേട്ടു, ഈ ഒരു ഓസ്കിയൊക്കെ പഠിച്ച് പാസ്സായി പിൻ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം വരെ അതിന് കാലാവധിയുണ്ട്. ഈ 3 വർഷത്തിനിടയിൽ നിങ്ങൾ റീവാലിഡേഷൻ ഒക്കെ ചെയ്താൽ മതി. റീവാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റിന്യൂ ചെയ്തു പോകുന്നു. അത് നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ നാട്ടിലിരിക്കുന്ന ഇതേപോലെയുള്ള നേഴ്സസിന് UK റീവാലിഡേഷൻ എന്താണെന്ന് അവർക്കറിയത്തില്ല, അവർക്കൊട്ട് അറിയുകയും വേണ്ട. അപ്പോൾ ഇവർ ഏജൻസികൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് റീവാലിഡേഷൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് അടുത്ത 3 വർഷം കൂടെ ഇവിടെ നേഴ്സായിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ എങ്ങോട്ട് ജോലിക്ക് പോകാനും പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നുണ്ടോ അതിനും പോകാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വരാനിരിക്കുന്ന നാളെ പോകുമ്പോൾ ഇങ്ങനെ നാളുകൾ എണ്ണിയിരിക്കുക. ഈ ഏജൻസികൾ പണം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ റീവാലിഡേഷൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സായിട്ട് കുറഞ്ഞതൊരു 450 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിവിടെ ജോലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതേപോലെയൊക്കെ തന്നെ മിനിമം ഒരു 35 മണിക്കൂറെങ്കിലും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അതേപോലെയൊക്കെ തന്നെ നമ്മളുടെ മാനേജറുടെ സൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം റീവാലിഡേഷൻ ചെയ്യാനായിട്ട്. പിന്നെ ഒരു മിനിമം ഒരു 5 പ്രാക്ടീസ് റിലേറ്റഡ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. അതുപോലെയൊക്കെ തന്നെ 5 റിഫ്ലക്ഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവർ ഈ ഒരു റീവാലിഡേഷൻ ചെയ്യുന്ന സമയത്ത് കുറേ ജോലികൾ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള റിഫ്ലക്ഷനൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, ഫീഡ്ബാക്കുകളൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാനേജറിൽ നിന്ന് നമ്മൾ സൈനും കാര്യങ്ങളൊക്കെ, കാരണം നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. മാനേജർ സൈനൊക്കെ ഇട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടേത് റീവാലിഡേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ആവും. പക്ഷേങ്കിൽ നാട്ടിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്താണ് റീവാലിഡേഷൻ എന്ന് പോലും അറിയത്തില്ല. നിങ്ങൾ നാട്ടിലിരിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ 410 അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ 35 മണിക്കൂറെങ്കിലും ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഏജൻസികൾക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് 3 വർഷത്തിനുള്ള റീവാലിഡേഷൻ ചെയ്താൽ മതി, പിന്നെ അടുത്ത 3 വർഷം കൂടെ കിട്ടും. ആ സമയമാകുമ്പോഴേക്കും ഇവിടെ വേക്കൻസികൾ ഇഷ്ടം പോലെ വരും, നിങ്ങൾക്ക് വരാം. നിങ്ങൾ വന്ന് ധൈര്യമായിട്ട് സെൽഫ് സ്പോൺസേഡ് ഓസ്കി ചെയ്തു, നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്കി ചെയ്ത് ഞങ്ങളങ്ങ് സുഖമായിട്ട് പിൻ നമ്പർ മേടിച്ച് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പിൻ നമ്പർ കിട്ടിയിട്ട് അവിടെ നമുക്ക് ആ പിൻ നമ്പരും മൂടി വെച്ചുകൊണ്ടിരിക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇതിൽ. ഞാനിപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കളയാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഏജൻസികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ പറയത്തുള്ളൂ. കാരണം ഇപ്പം നമുക്കറിയാമല്ലോ, ധാരാളം ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട് ഈ ഏജൻസികൾ ചതിച്ച കാര്യങ്ങൾ, കെയറായിട്ടൊക്കെ വരാനായിട്ട് ലക്ഷങ്ങൾ മേടിച്ച കാര്യങ്ങൾ ഇപ്പോൾ വെളി വന്നൊക്കെ നിങ്ങൾ കേട്ടുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏജൻസികൾക്ക് ഇതുപോലെ പൈസ കൊടുത്തിട്ട് കെയറായിട്ട് UK വരുതേ എന്ന്. UK-യെക്കുറിച്ച് നമുക്കറിയാലോ, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഇപ്പോൾ UK കാണും. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. ശരിയാണ്, നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OET എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി 2 വർഷമേ ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എഴുതേണ്ട വരും. ഇതിനെക്കാട്ടിൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൺസ് പാസ്സായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ രണ്ടാമതൊന്ന് പാസ്സാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തേക്ക് ഓപ്പണിങ്ങുകൾ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്. ഒന്നുകിൽ ഇതേപോലെ സൗദിയിലോ ദുബായിലോ ഖത്തറിലോ ഒമാനിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ ജോലി നേടുക. അവിടെയും നല്ല സാലറി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് നേഴ്സാണെന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെ തന്നെ
നന്നായിട്ട് സാലറി ലഭിക്കുന്ന ധാരാളം ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള രാജ്യത്താണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെയൊക്കെ ഓപ്പണിംഗ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുമ്പോൾ ഗൾഫിൽ നിന്നുകൊണ്ട് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വന്ന് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.